കേന്ദ്ര സർക്കാരിന്റെ കരട് വിജ്ഞാപനം കർഷകർക്ക് അനുകൂലമാകുമെന്ന വിശ്വാസത്തിലാണ് ഇടുക്കിയിലെ വലിയൊരു ജനവിഭാഗം. എന്നാൽ ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള തട്ടിപ്പ് മാത്രമാണെന്നാണ് ഹൈറേഞ്ച് സംരക്ഷണ സമിതി ഉൾപ്പെടെയുള്ള സമരസംഘടനകൾ പറയുന്നത്. പുതുക്കിയ ഓഫീസ് മെമ്മോറാണ്ടം അംഗീകരിക്കില്ല എന്നും വേണ്ടിവന്നാൽ തിരഞ്ഞെടുപ്പിൽ സ്വന്തം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുമെന്നും ഹൈറേഞ്ച് സംരക്ഷണ സമിതി നേതാക്കൾ പറയുന്നു. ഈ തെരഞ്ഞെടുപ്പിലൂടെ ശക്തമായ മറുപടി ഭരിക്കുന്ന സർക്കാരിന് ഹൈറേഞ്ചിലെ ജനങ്ങൾ നൽകും. അതിൽ ഞങ്ങൾ വളരെ ശക്തമായ നടപടികളുമായി മുൻപോട്ട് പോകും. തെരഞ്ഞെടുപ്പിൽ ഭരിക്കുന്ന പാർട്ടിയെ പരാജയപ്പെടുത്താൻ സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് ഉൾപ്പെടെയുള്ള ശക്തമായ കാര്യങ്ങളെപ്പറ്റി ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. കർഷക പാർട്ടിയായ കേരള കോൺഗ്രസിന് കസ്തൂരിരംഗൻ റിപ്പോർട്ട് ജീവൻ മരണ പോരാട്ടമാണ്. ജില്ലയിൽ ശക്തമായ സ്വാധീനമുള്ള കേരള കോൺഗ്രസ് കടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങുമെന്ന സൂചന നൽകുന്നതും ഇതുകൊണ്ടാണ്. പുതിയ വിജ്ഞാപനത്തിൽ സ്ഥലത്തിന്റെ ക്രയവിക്രയത്തിന് കേന്ദ്രത്തിന്റെ അനുമതി വേണമെന്ന് അഭ്യൂഹം പരന്നതോടെ കർഷക ജനത ആശങ്കയിലാണ്. വിദ്യാഭ്യാസ, കാർഷിക വായ്പയ്ക്ക് ഇത് തടസ്സമാകുമെന്നും വിവാഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ ഇത് ബാധിക്കുമെന്നും അവർ ഭയക്കുന്നു. ഇതിനിടയിൽ റിപ്പോർട്ട് അനുകൂലമായാലും പ്രതികൂലമായാലും അതിൽ നിന്ന് പരമാവധി നേട്ടമുണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വിവിധ രാഷ്ട്രീയ കക്ഷികൾ. ബിജു തറയിൽ, മീഡിയ 1 ഇടുക്കി.